ഹലോ. അപ്പോൾ നമ്മൾ ഒരു ടൂറ് പോയിട്ടുണ്ടായിരുന്നു. നാസിക്കിലോട്ടാണ് പോയത്. അവിടെ എൻ്റെ ഒരു കസിനുണ്ട്. അപ്പോൾ അവളുടെ കൂടെ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വിചാരിച്ച് പോയതാണ്. പോയി ആദ്യം ഈ പാണ്ഡവലേന എന്ന് പറയുന്ന ഒരു കേവിൻ്റെ അടുത്ത് ഞാൻ പോയത്. പക്ഷേ എനിക്ക് അവിടെ അങ്ങനെ ഒരു കേവ് ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ചെന്ന് അവളുടെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അടുത്തൊരു കേവ് ഉണ്ട്, അവിടെ 20 മിനിറ്റ് യാത്രയുള്ളൂ, പോയി വേണമെങ്കിൽ കാണാം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. ഇതിപ്പോൾ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ കേട്ടോ. അതെ, ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ഞങ്ങളങ്ങനെ പോയി. പാണ്ഡവലീന കാണാൻ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ബുദ്ധിസ്റ്റ് കൾച്ചറൊക്കെയാണ് അവിടെ കൊത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല പാറ തുറന്നുണ്ടാകും. നമ്മളെ എല്ലോറ കേവ്സത്തൊക്കെ പോലെ തന്നെ പാറ തുറന്നുണ്ടാക്കിയിട്ടാണ്. അജന്ത എല്ലോറ പോലത്തെ സ്ഥലങ്ങൾ പോലെ തന്നെയാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കും കാര്യങ്ങളൊന്നും ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം എന്ന് വിചാരിച്ച് പോയതാണ്. നല്ല സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ, കുറേ കയറാനുണ്ട്. പക്ഷെ എല്ലാതും കരിങ്കല്ലുകൊണ്ട് ചെയ്തെടുത്ത കല്ലുകളാണ്. ഇവിടെ കുറേ കൈകളുണ്ട്, 14, 13, 12 എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കിലോട്ടാണ് ഞാൻ അവിടുന്ന് 16 എത്ര കൈ കൊണ്ടെന്ന് അറിയില്ല, നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയുള്ളത് നോക്കട്ടെ മൊത്തത്തിൽ. പാണ്ഡവലീനയിലെ ചൈത്യ എന്ന് പറയുന്ന ഒരു ഹാളും അതിലത്തെ ഒരു സ്തൂപമാണ് കേട്ടോ. ഇത് ചൈത്യ എന്നാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ പാണ്ഡവലീനയിൽ ഒന്നാണ് ഇതുള്ളത്. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. 2-3 ആൾക്ക് ഹൈറ്റിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ബിൽഡിങ്ങൊക്കെ ഭയങ്കര ഹൈറ്റാണ്, ഒരു 3-4 നില കെട്ടിടത്തിൻ്റെ. പിന്നെ അതിൻ്റെ പുറത്ത് കുറേ ഇതേമാതിരി നല്ല പില്ലേഴ്സ് ഉണ്ട്. പിന്നെ അവിടെ ആളുകൾ കണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് വൃത്തികേടാക്കി വെച്ചിരുന്നു ചില ഭാഗങ്ങൾ. എന്നാലും റോക്ക് അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചതൊക്കെ കാണാൻ പറ്റി. ഇതിനുള്ളിലാണ് അവർ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ. ഈ അവരുടെ ആ കാലഘട്ടത്തിൽ ബുദ്ധിസ്റ്റ് കൾച്ചർ സ്വീകരിച്ച ആളുകൾ താമസിക്കുകയൊക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലായിരുന്നു. അതിനുള്ള റൂമും കാര്യങ്ങളൊക്കെയാണിത്. വിഹാര എന്നാണ് അങ്ങനത്തെ റൂമുകളെ പറയുക കേട്ടോ. അതിൽ അവർ പൂജാരികൾ താമസിക്കും. പിന്നെ ഞാൻ വേറെ കണ്ടതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കൊത്തി വെച്ചിട്ടുള്ള പില്ലേഴ്സൊക്കെ. ബുദ്ധിസ്റ്റ് കൾച്ചറിൽ ഇത്രയും അടിപൊളിയായിട്ട് കൊത്തിവെച്ച പില്ലറൊക്കെ ആ കാലത്തിലാണ്, BC 6-ാം നൂറ്റാണ്ട് 7-ാം നൂറ്റാണ്ടൊക്കെ സമയത്താണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം നമ്മളെ കൊണ്ട്. ഇതൊക്കെ എന്ത് ടൂൾ വെച്ചിട്ട് അവർ ചെയ്തതെന്ന് ഒരു പിടിയില്ല. ഒരുപാട് ശില്പങ്ങളുണ്ട്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട്. ഈ ചുമരുകളിൽ കൂടെ ഒക്കെ പാറ തുറന്നിട്ട് കട്ട് ചെയ്ത് ചെത്തി ഉണ്ടാക്കിയതാണ്. അതാണ് അത്ഭുതം. ആലോചിച്ച് നോക്കി. എല്ലാ സ്കൾപ്ചേഴ്സും പെയിൻറ്റിങ്ങൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ ഹിന്ദുയിസത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഹിന്ദുയിസം ഇതിൽ നിന്ന് എടുത്തതാണ് പലതും. ആ രീതിയിലത്തെ അനന്തശയനമൊക്കെ കിടക്കുന്നുണ്ടോ. പാറയുടെ ഏരിയ കഴിഞ്ഞ് വേറൊരു വഴിക്ക് വന്ന് കുറച്ച് നല്ല കുത്തനുള്ളൊരു കയറ്റമുണ്ട്. ഈ കയറ്റം കയറി പോകണം. എന്താ അവസ്ഥ നോക്കാമല്ലോ. പാറ അതുവരെ ഉള്ളൂ. നമുക്കിതിൻ്റെ മുകളിലൊന്ന് കയറി നിൽക്കാം. കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ടേ ഇറങ്ങാം. മുകളിൽ കയറാൻ ഇവിടെ വിലക്കൊന്നുമില്ല. കുറച്ച് ഭാഗം കയറി, നല്ല ടൈറ്റാണ്. ഇവിടുന്ന് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഷൂ ആണെങ്കിൽ വഴിക്കിയിട്ട് കറക്റ്റ് കിട്ടുന്നില്ല. ഇനി ഇത്രയും ഭാഗം കയറിയാലല്ലോ അവിടെ എത്തുക. പോകണോ വേണ്ടതെന്ന് ആലോചിക്കുന്നത്. അയ്യോ, നല്ല ക്ഷീണമുണ്ട്. വെള്ളം എടുത്തിട്ടില്ല, ആകെ കിളി മാറിയിരിക്കുക. മൊത്തത്തിൽ ഭയങ്കര ഡ്രൈ ലാൻഡ് കേട്ടോ. ടോക്കി നിലമൊക്കെ ഫുള്ള് ഗ്രീനറി. അറിയാൻ ആകെ കൃഷി ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. അതും മര്യാദയ്ക്കൊന്നും കാണാമല്ല. ചീമക്കൊന്ന് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ അതിന് അതാ പറയുക. ഇവിടെ എന്താ പറയുകയെന്ന് ചോദിക്കണം. പരുന്തൊക്കെ ഉണ്ട് മുകളിൽ വട്ടിട്ട് പറന്നുകൊണ്ടിരിക്കുന്നത്. എന്താണാവോ, കേട്ടെ. ഹരിഹർ ഫോർട്ട് കയറാൻ വേണ്ടി വന്ന ഞാനാ. ഇതുപോലും കയറാൻ വയ്യ. ഇനി ഹരിഹർ ഫോർട്ട് കയറുമെന്നൊക്കെ തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ. വെള്ളം എടുക്കാത്തതുകൊണ്ടേ മുകളിൽ നിന്ന് ദാഹിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ഇന്നലെ ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടാണ് യാത്രയിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മളെ എക്സ്പെഡിഷൻസൊക്കെ നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ
പ്രകാരം അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കുറേ മനസ്സിൽ വല്ലാണ്ട് ഇങ്ങനെ തറച്ചു പോയ കുറേ അനുഭവങ്ങളും ഒക്കെ അവരിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഫുഡ് കിട്ടാനായിട്ട് 10-15 ദിവസം കടലിലും, 5 മാസങ്ങളോളം കടലിലൊക്കെ പെട്ട് പോയി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ നുള്ളി പെറുക്കുന്ന രീതിയിൽ ഭക്ഷിച്ചും സ്വന്തം കൂടെ വന്ന ആളുകളെ തന്നെ കൊന്നു ഭക്ഷിച്ചൊക്കെയുള്ള ചരിത്രങ്ങളുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കി. ഫുഡ് കഴിക്കാതെ ഒരു ദിവസം ട്രാവൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. എൻ്റെ അമ്മോ, എന്നെ കൊണ്ട് ആലോചിക്കാൻ കൂടി വൈകി. അങ്ങനെ കഷ്ടപ്പെട്ട് കയറി ഒരു കുന്നിൻ്റെ മുകളിലെത്തി. എടുത്ത് നോക്കി കാഴ്ച, അമ്മേ അടിപൊളിയായിരുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ ടോപ്പിൽ കുറച്ച് പരന്ന മതി, ആരോ മണ്ണൊക്കെ കൊണ്ടുവന്ന് JCB കൊണ്ട് കൂട്ടിയിട്ടുണ്ടാവില്ലേ, അതുപോലൊരു ടെക്സ്ചറിലാണ് കിടക്കുന്നത്. മാത്രമല്ല നല്ല ഗ്രിപ്പും കിട്ടുന്നില്ല. ഈ ഷൂ ആയതുകൊണ്ടും പിന്നെ ഇതിലത്തെ മണ്ണ് പെട്ടെന്ന് ഇളകുന്നുണ്ട്. അത് കാരണം കുറേ തവണ താഴത്തേക്ക് സ്കിഡായി. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തള്ളി പിടിച്ചൊക്കെ നിന്ന് കയറിയതാ. മേലെ മരങ്ങളൊന്നുമില്ല, ഒരു മൊട്ടക്കുന്ന്, ഒരാളും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനത്തെ ഒരു കുന്നുണ്ടെങ്കിൽ 10-100 ആൾക്കാർ ആ സമയത്ത് ഉണ്ടാവും എപ്പോഴും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ആളുകൾക്ക് അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ പ്രചാരത്തിൽ വരാത്തതുകൊണ്ടാണോ അതോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എന്തായാലും ആളുകളൊന്നും വല്ലാണ്ടില്ല ഇവിടെ. പിന്നെ ഇവിടെ 1-2 കേവ് മാത്രമേ അത്യാവശ്യം വൃത്തിയും ഫിനിഷായി തോന്നണ കേവുകളുള്ളൂ. ബാക്കിയൊക്കെ ജസ്റ്റ് തുടങ്ങി വെച്ച് ഉപേക്ഷിച്ച പോലെയൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു നോക്കി. ഇവിടെ അധികം കേവ്സൊന്നുമില്ല. ഈ ഇങ്ങനൊരു കുളം കണ്ടു, കുളത്തിൽ നിറച്ച് ഗപ്പികളാണ്, തുരുതുരാ ഗപ്പികൾ. സാധാ ലോക്കൽ ഗപ്പി ഉണ്ടല്ലോ, അതാണ് സാധനം. പക്ഷെ നിറച്ചുണ്ട്. മറ്റേ എന്തുപോലെയെന്നാ പറയുക, ചാകരൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല, അതേമാതിരി നിറച്ചുണ്ട്. ഇതേ ഇവിടെ ഇങ്ങനെ ചെറിയ കേവുകൾ, 2 പില്ലറുള്ളത്, 3 പില്ലറുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചെറുതും വലുതൊക്കെ ആയിട്ട് പല കേവുകളുണ്ട്. ഇതൊക്കെ അവിടെ എന്തൊക്കെ അവർ താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന ഭാഗങ്ങളൊക്കെയാണ് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് താഴത്ത് ഇറങ്ങിയപ്പോൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു. ഞാൻ നേരത്തെ പോയിരുന്നു. ഒരു പാവ് എന്നാണ് ഇതിന് പറയുക, ഈ ബ്രെഡ് പോലത്തെ സാധനത്തിന്. പിന്നെ ഒരു കറിയുടെ പേര് ഞാൻ മറന്നുപോയി. അത് രണ്ടും പാടെ മിക്സ് ചെയ്തിട്ടൊരു പേര് പറഞ്ഞു ഒരു. അപ്പോൾ ഇനി അടുത്ത യാത്ര ഞാൻ ഹരിഹർ ഫോർട്ടിലോട്ടാണ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകുന്ന വീഡിയോ കാണാം കേട്ടോ. ബൈ.